മതി അഴിമതി എന്നല്ല, ആവാം മതിയാവോളം അഴിമതി. ഈ നിലയിലേക്ക് നമ്മുടെ നാടിനെ മാറ്റാനുള്ള അനുമതി രാഷ്ട്രപതി നൽകി. ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ അഴിമതിക്കാരോട് മതി അഴിമതി എന്ന് പറയാനും അഴിമതി മതിയാക്കാനും അഴിമതിക്കാരെ അഴിക്കകത്താക്കാനും പര്യാപ്തമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ലോകായുക്ത. അഴിക്കകത്താക്കിയില്ലെങ്കിൽ പോലും അഴിമതിക്ക് അറുതി വരുത്താനുള്ള കെൽപ്പ് ഈ ലോകായുക്തയ്ക്ക് ഉണ്ടായിരുന്നു ഇതുവരെ. ഇനി അങ്ങോട്ട് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കിട്ടുന്ന മാസ ശമ്പളം എടുത്ത് നക്കുക, കുടുംബാംഗങ്ങൾക്ക് നക്കാൻ നൽകുക, ഇത്തരം ഭാരിച്ച ചുമതലകൾ മാത്രമേ ലോകായുക്തനായിരിക്കുന്ന വേന്ദ്രൻ ഇനിയുള്ളൂ. കേരള സർക്കാരിന്റെ ആഗ്രഹം പോലെ ലോകായുക്തയെ തീർത്തും നിർവീര്യമാക്കിക്കൊണ്ട് നമ്മുടെ നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകി. മതി അഴിമതി എന്ന് പറയാൻ ഇനി ആരുമില്ലെന്ന് സാരമില്ലെന്ന് വെക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. പക്ഷെ ആരും അതിനെ സാരമായി എടുത്തില്ല. സാധാരണ ഒരു വാർത്തയായി മാത്രം അത് നാടറിഞ്ഞു. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രാധാന്യം ആ വാർത്തയ്ക്ക് നൽകാൻ മാധ്യമ ധർമ്മക്കാരന്മാരും കൂട്ടാക്കിയില്ല. അത് അവരുടെ മര്യാദ, അവരുടെ നീതിബോധം. അധർമ്മികൾ ധർമ്മത്തിനായി നിലകൊള്ളുന്നത് നീതിയല്ലല്ലോ. അതുപോലെ ധർമ്മനിഷ്ഠയുള്ളവർ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നത് അനീതിയുമാണ്. സ്വന്തം നിലയിൽ അഴിമതി ആചരിക്കുകയും അഴിമതിക്കാർക്ക് അനുഗ്രഹം ചൊരിയുകയും അഴിമതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അഴിമതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു പൊതുബോധം നിർമ്മിച്ചെടുക്കാൻ യത്നിക്കുകയും ചെയ്യുന്ന ലക്ഷണമൊത്ത അധർമ്മികളാണ് ഇന്നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമധർമ്മക്കാരും. അതുകൊണ്ട് തന്നെ അവർ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നത് നീതികേടാണ്, ശുദ്ധ അശ്ലീലമാണ്. സമൂഹ സമക്ഷം വാർത്താരൂപത്തിൽ ഈ ലോകായുക്ത വധമാട്ടക്കഥ അവതരിപ്പിച്ചത് തന്നെ വലിയ കാര്യം. അതവരുടെ തൊഴിലിനോടുള്ള കൂറ് അല്ലെങ്കിൽ സത്യസന്ധത. നീതിമാന്റെ വേഷം കെട്ടി ആളുകളെ കബളിപ്പിക്കാത്ത അധർമ്മികളോട് സത്യമായിട്ടും ഈ പോങ്ങിന് വലിയ ബഹുമാനമാണ്. പാതിരാവിൽ മോഷ്ടിക്കുകയും പകൽ വെളിച്ചത്തിൽ തസ്കര വിരുദ്ധനായി നടിക്കുകയും ചെയ്യുന്നവരോട് മാത്രമേ പോങ്ങിന് എതിർപ്പുള്ളൂ. നമ്മുടെ ഈ മരമന്നനോടുള്ള പോങ്ങന്റെ വിയോജിപ്പിന് അടിസ്ഥാനവും സത്യത്തിൽ അത് തന്നെയാണ്. വൺസ് എ തീഫ് ഓൾവേസ് എ തീഫ് ആൻഡ് ഐ ആം എ ബ്ലഡി തീഫ്. ഇങ്ങനെ പഞ്ച് ഡയലോഗൊക്കെ അടിച്ചുകൊണ്ട് മകളെയും അവളുടെ ആ രണ്ടാമത്തെ പുയ്യാപ്പിളയും കൂട്ടി പട്ടാപ്പകൽ ഖജനാവിലേക്ക് അങ്ങ് കക്കാൻ കയറിയിരുന്നുവെങ്കിൽ മരമന്നന് ഈ പോങ്ങൻ കയ്യടി സമർപ്പണം നൽകുമായിരുന്നു. കാരണം അതിലൊരു സത്യസന്ധതയുണ്ട്. എന്നാൽ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നൊക്കെ സാഹിത്യം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ പണം കക്കുന്നത് ഒരുമാതിരി പോക്കണം കേടാണ്. സാഹിത്യം പറച്ചിൽ പോങ്ങന്മാരുടെ പണിയാണ്, അത് അവർ ചെയ്യട്ടെ. കള്ളൻ കളമാണ് നടത്തേണ്ടത്, അല്ലാതെ വായ്ത്താളം വിടലല്ല. സ്വന്തം സ്വത്വവും അസ്തിത്വവും കളങ്കമില്ലാതെ പ്രകടിപ്പിക്കാനുള്ള മനസ്സുള്ളവരെ പോങ്ങൻ എപ്പോഴും ആദരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബില്ല് പാസാക്കിയതിൽ നമ്മുടെ നിയമസഭയെയും പോങ്ങൻ ഒട്ടും തന്നെ പഴിക്കാത്തത്. എനിക്ക് മനസ്സിലായി. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ കുറഞ്ഞതൊരു 10 പാവപ്പെട്ടവരെയെങ്കിലും പിടിച്ച് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വെച്ചില്ലെങ്കിൽ കൈവിറയിലും നാവുവരളിലും തലചുറ്റും സംഭവിക്കുമെന്നതുകൊണ്ടാണോ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകനാവുന്നത്? എന്റെ ബോധ്യം അങ്ങനെയല്ല. ജനസേവന വ്യവസായത്തോളം ലാഭകരമായ ഒരു സംരംഭം മറ്റൊന്നില്ല എന്ന മനസ്സിലാക്കലാണ് മിക്കവരെയും പൊതുപ്രവർത്തകരാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ശ്രീ ഫലിയാണ് അല്ലെ? എന്നാൽ ആ മനുഷ്യനാണോ ഈ നവകേരളത്തിലെ ഏറ്റവും വലിയ കരുത്തൻ? ആണെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ ദൗർബല്യമാണ്, അല്ലെങ്കിൽ അതാണ് ജനാധിപത്യത്തിന്റെ കരുത്തും സൗന്ദര്യവും. ചില പോങ്ങന്മാർക്കെങ്കിലും ഞാൻ പറഞ്ഞത് കിട്ടി കാണും. അതായത് ഏറ്റവും വലിയ സമ്പന്നനേക്കാൾ കരുത്ത് ജനാധിപത്യത്തിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ഉണ്ടാവും. സമ്പന്നനേക്കാൾ കരുത്തുണ്ടാവണമെങ്കിൽ ജനപ്രതിനിധിക്ക് വളരെ സവിശേഷപ്പെട്ട ചില ഗുണങ്ങൾ ഉണ്ടാവുകയും വേണം. അതായത് സാമൂഹ്യ ചിന്ത, പൗരബുദ്ധി, ജനാധിപത്യ ബോധം, ആദർശശുദ്ധി, സത്യനിഷ്ഠ, ഭൂതദയ, സഹിഷ്ണുത, സമത്വഭാവം, നിഷ്പക്ഷ പ്രേമം, അഴിമതി വിരുദ്ധത, ധൈര്യം, നിസ്വാർത്ഥത മുതലായിട്ടുള്ള സദ്ഗുണങ്ങൾ. ഇതിൽ പകുതി ഗുണങ്ങളെങ്കിലുമുള്ള എത്ര നേതാക്കൾ നമുക്കിന്നുണ്ട്? അങ്ങനെയുള്ളവരുണ്ടാവാം, പക്ഷേ ഭൂരിപക്ഷവും അത്തരക്കാരല്ല. അതുകൊണ്ട് തന്നെ ഗുണമുള്ള നേതാക്കൾ ഒതുക്കപ്പെടും, ഇല്ലാതാക്കപ്പെടും. അഴിമതിക്കാരും അധർമ്മികളും ചതിയരും വഞ്ചകരും കപടരുമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കേരളത്തിൽ അതിജീവനം തരപ്പെടുത്താൻ കഴിയൂ. അത്തരക്കാർ നേതാക്കളും അധികാരികളുമായാൽ മാത്രമേ വമ്പൻ വ്യവസായികൾക്ക് കരുത്തരാകാൻ കഴിയൂ. അല്ലെങ്കിൽ അവർ വെറും സമ്പന്നർ മാത്രമായി ഒതുങ്ങും. ജനാധിപത്യം ജനങ്ങൾക്ക് നൽകുന്ന കരുത്ത് സമ്പന്നർക്ക് കൈമാറിയിട്ട് കരുത്തരായ കോടീശ്വരന്മാരുടെ അനുഗ്രഹവും വരവും പ്രീതിയും എച്ചിലുമൊക്കെ പറ്റിക്കൊണ്ട് പ്രമാണിമാരായി ജനാധിപത്യത്തെ ഒറ്റുകൊടുത്ത് കൊഴുക്കുന്ന ചതിയന്മാരാണ് നമ്മൾ അധികാരികളെന്ന് കാണുന്ന നമ്മുടെ ജനപ്രതിനിധികൾ. പണക്കാർക്ക് വേണ്ടിയല്ലാതെ പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന എത്ര നേതാക്കൾ നമുക്കുണ്ട്? സംശയമുണ്ടല്ലേ? എന്നാൽ സംശയിക്കാതെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ പണക്കാർക്കായി പ്രസംഗിക്കുന്ന ഒരൊറ്റ നേതാവും നമുക്കില്ല. പ്രസംഗത്തിനാണ് പ്രവൃത്തിയേക്കാൾ വിലയെന്ന് അവർ പൊതുസമൂഹത്തെ പഠിപ്പിച്ചിട്ടുമുണ്ട്. വൈദേശികരായ കൊള്ളക്കാരിൽ നിന്ന് തദ്ദേശീയരായിട്ടുള്ള കൊള്ളക്കാർ നാടിന്റെ ഭരണം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 8 പതിറ്റാണ്ടുകളാവുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ പ്രസംഗിച്ച് വിയർക്കാൻ തുടങ്ങിയിട്ട് 77 വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് ഗുണം വല്ലതുമുണ്ടായോ? പാവപ്പെട്ടവരുടെ എണ്ണത്തിൽ വമ്പൻ വർധനമുണ്ടാവുകയും ധനികർ കൂടുതൽ കരുത്തരാവുകയും ചെയ്തു എന്നല്ലാതെ എന്തു ഫലം?
ലോകത്തിന്റെ പല കോണുകളിലും പോയി ജീവിതം നയിച്ച പ്രവാസി മലയാളികളും മലയോരത്തും പാടത്തും പറമ്പിലുമൊക്കെ നല്ലോണം കൃഷി ചെയ്തു വിയർത്ത നാടൻ മലയാളികളും ഒന്നുപോലെ അനുഭവിച്ച പ്രയാസങ്ങളുടെ ഫലമാണ് കേരളക്കരയുടെ സാമ്പത്തിക പച്ചപ്പിന് കാരണം. അല്ലാതെ നമ്മുടെ ഭരണാധികാരികൾ ആരും പ്രസംഗിച്ചു വിയർത്തതിന്റെ ഫലമല്ല അത്. നിലവിലിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലുമൊക്കെ കൃഷി ഇറക്കി വിദേശ നാണ്യം കൊണ്ടുവരുന്ന ഓൺലൈൻ കർഷകരും നമുക്ക് ധാരാളമായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ അവരിൽ മഹാഭൂരിപക്ഷവും മതമൗലികവാദത്തിന്റെയും തീവ്ര വംശവർഗവാദത്തിന്റെയും ദേശവിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ഒക്കെ വിത്തുകൾ ഇറക്കി വിളവെടുക്കുന്ന രാസകർഷകരാകുന്നു എന്നത് നമ്മുടെ നാടിന്റെ ദൗർഭാഗ്യമാകുന്നു. അതുപോട്ടെ, നമ്മുടെ വിഷയം അഴിമതിയാണല്ലോ. അതായത് നമ്മുടെ രാഷ്ട്രപതി കൊളുത്തിയ ആട്ടവിളക്കിന് മുന്നിൽ കേരള സർക്കാർ കാഴ്ചവെച്ച ലോകായുക്ത വധം ആട്ടക്കഥ മാധ്യമങ്ങളിലൂടെ ദർശിച്ച ഒരൊറ്റ പ്രബുദ്ധൻ പോലും ഒന്ന് നെടുവീർപ്പിടുക പോലും ചെയ്തില്ല. ചുമ്മാ ആസ്വദിച്ചങ്ങ് തള്ളി. വളരെ നിസ്സാരമായ ഒരു വാർത്തയായി ഇതിനെ അവതരിപ്പിച്ച മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താത്തതിന്റെ കാര്യം എന്താണെന്ന് പോങ്ങൻ പറഞ്ഞു. ലോകായുക്തയെ നിർവീര്യമാക്കുന്ന ബിൽ പാസാക്കിയ നമ്മുടെ നിയമസഭയെയും വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിത്യവും നൂറുകണക്കിന് നിർധനരെ പിടിച്ച് അവറ്റകളെ തലങ്ങും വിലങ്ങും സേവിച്ച് സമ്പന്നരാക്കി രസിക്കാൻ പറ്റുന്ന ഒരു കേളീരംഗം എന്ന നിലയിലല്ല അവർ ഈ പണിക്കിറങ്ങിയത്, അല്ലേ? കർമ്മനിരതനായിരിക്കുന്ന നേരത്ത് ഒരു പോക്കറ്റടിക്കാരന്റെ ഹൃദയതാളം എത്രയോ ഭയാനകമായ നിലയിലായിരിക്കും വേലയെടുക്കുന്നത്. നാണയ നിറവുള്ള ഒരു ഭണ്ണാരം കക്കണമെങ്കിൽ എന്തുമാത്രം അപകട സാധ്യതകളെ ഒരു കള്ളന് അതിജീവിക്കണം. ഒന്ന് വീട് കയറി മോഷ്ടിക്കണമെങ്കിൽ ചില്ലറ കഷ്ടപ്പാട് വല്ലതും ചിലവഴിച്ചാൽ മതിയോ? ബാങ്ക് കൊള്ളയടിക്കാൻ അതിലും എത്രയോ അധ്വാനം വേണം. ഉപജീവനത്തിന് മോഷണം തൊഴിലാക്കിയവരെ കാത്തിരിക്കുന്ന അപകടങ്ങൾ ഒട്ടും തന്നെ ചെറുതല്ല. നമ്മുടെ നിയമത്തിനോ നിയമപാലകർക്കോ മുന്നിൽപ്പെട്ടാലുള്ള അപകടം സഹനീയമാണ്. എന്നാൽ കണ്ടമാനം നന്മയുള്ള നാട്ടുകാരുടെ പിടിയിലെങ്ങാനും പെട്ടാൽ നിമിഷ നേരം കൊണ്ട് എല്ലുകളുടെ എണ്ണം വല്ലാതെ കണ്ട് പെരുകും. ചാവുക എന്നത് രതിസുഖത്തേക്കാൾ മൂർച്ച പകരുന്ന അനുഭവമായിരിക്കുമെന്ന് പുതിയതായി ശരീരത്തിലേക്ക് ചേർക്കപ്പെടുന്ന ഓരോ എല്ലുകളും കള്ളനോട് മന്ത്രിക്കും. അവിടെയാണ് ഒരു കള്ളൻ പൊതുപ്രവർത്തകനാവുന്നതിന്റെ ഗുണം. ഭണ്ഡാരമല്ല അമ്പലങ്ങൾ തന്നെ വിഴുങ്ങാം, ബാങ്കല്ല ഖജനാവ് തന്നെ കൊള്ളയടിക്കാം, വീടല്ല നാട് തന്നെ അങ്ങ് പിടുങ്ങാം. ഇതൊന്നുമല്ല സൗഭാഗ്യ സൗകര്യം. നാട്ടുകാർ തന്നെ കൊള്ളയടിക്ക് കാവൽ തീർക്കും, സംരക്ഷണം ഒരുക്കും. സാധാ കള്ളന്റെ കർമ്മകുശലതയ്ക്ക് ഇടിയാണെങ്കിൽ പൊതുപ്രവർത്തകന് കയ്യടിയാണ് നാട്ടുകാരുടെ സമ്മാനം. എങ്കിലും എങ്ങാനും ഭാവിയിൽ ജനങ്ങൾക്കൊരു മനംമാറ്റം ഉണ്ടായാൽ ഭയരഹിതമായിട്ടുള്ള നിലയിൽ അഴിമതി ആസ്വദിക്കാൻ കഴിയുന്ന നിലയ്ക്ക് ഒരു ബില്ലുകൂടി വന്നാൽ അവർ അത് പാഴാക്കാൻ വിടുമോ? പാസ്സാക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാരെയും പോങ്ങൻ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ഒരു സമാധാനത്തിന് ആരെങ്കിലും ഒന്ന് വിമർശിക്കണമെങ്കിൽ ഈ പോങ്ങൻ ഉൾപ്പെടുന്ന പൊതുസമൂഹത്തെ മാത്രമേ എനിക്ക് വിമർശിക്കാൻ കഴിയുകയുള്ളൂ. ജനാധിപത്യം എന്നാൽ എന്താണെന്നും എന്തെല്ലാം സൗകര്യമാണ് ജനാധിപത്യം പൊതുസമൂഹത്തിന് നൽകുന്നതെന്നും എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ സാധ്യതകളെ ഉപയോഗിക്കേണ്ടതെന്നും എത്തരം ആളുകളെയാണ് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കേണ്ടതെന്നും പൊതുസമൂഹത്തിന് അറിയാത്തത് മാത്രമാണ് ഈ നാട് അനുഭവിക്കുന്ന എല്ലാ കെടുതികൾക്കും കാരണം. കള്ളന്മാരെ കാവലേൽപ്പിക്കുന്നതാണ് സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നിസ്വാർത്ഥതയും ആദർശശുദ്ധിയുമുള്ള മനുഷ്യർ അപഹാസ്യരായി മാറും. കുറുക്കനോളം നമ്പാൻ കഴിയുന്ന ഒരു ജീവി ഉലകത്തിൽ വേറെയില്ലെന്ന് കരുതുന്ന കോഴികൾ കുറുക്കന്റെ വിശപ്പിന് പ്രകൃതി നൽകുന്ന സമ്മാനമാണ്. അത്തരം കോഴികൾ പക്ഷേ കുറുക്കന്റെ തനിനിറം തിരിച്ചറിയുന്ന കോഴികൾക്ക് കൂടി ഭീഷണിയാവുന്നല്ലോ എന്ന സങ്കടമാണ് സത്യത്തിൽ പോങ്ങനുള്ളത്. ലോകായുക്ത എത്രത്തോളം പ്രയോജനകരമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമായിരുന്നു എന്ന് നമ്മൾ ആരും അറിഞ്ഞില്ല. നമുക്കറിയാവുന്ന ലോകായുക്തന്മാർ മരമന്നന്റെ അത്താഴ സൽക്കാരത്തിൽ ചെന്ന് എച്ചിലു വിഴുങ്ങി കാഷ്ടിച്ച പുങ്കന്മാർ മാത്രമായിരുന്നു. എന്നു മാത്രവുമല്ല, തിന്നുതൂറിയിട്ട് യാതൊരു നാണവുമില്ലാതെ മരമന്നൻ അനുകൂലമായിട്ടുള്ള വിധിയും പറഞ്ഞു കളഞ്ഞു. തിന്ന എച്ചിലിനുള്ള നന്ദി. സ്വാഭാവികമായും വെറും എച്ചിലുതീനികൾ മാത്രമായി നമ്മൾ ലോകായുക്തയെ മനസ്സിലാക്കി. എന്താണ് യഥാർത്ഥ ലോകായുക്ത, അല്ലെങ്കിൽ എത്രത്തോളം കരുത്തുറ്റ ഒരു ശക്തിയാണതെന്ന് അറിയാനുള്ള അവസരം നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടബോധം തോന്നുകയുമില്ല. എന്നാൽ അറിവില്ലായ്മ നൽകുന്ന ഇത്തരം സമാധാനങ്ങൾ സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷം എത്രയെന്ന് പറയാൻ പോലും സാധിക്കില്ല. ഒന്നോർക്കണം, 1990 വരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പദവി മൂല്യം ആർക്കും അറിയില്ലായിരുന്നു. 1950 മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ മുതൽ 9ാമത്തെ കമ്മീഷണറായിരുന്ന രമാദേവി വരെയുള്ള ആരെയും ഈ രാജ്യം അറിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പദവിയുള്ള കാര്യം അറിയില്ലായിരുന്നു. എന്നാൽ സാക്ഷാൽ TN ശേഷൻ ആ പദവിയിലെത്തിയപ്പോൾ രാജ്യം മുഴുവൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറിഞ്ഞു. വെറും 6 വർഷക്കാലം കൊണ്ട് ആ മനുഷ്യൻ നൽകിയ സംഭാവനകൾ നമ്മുടെ നാട്ടിലെ ജനസേവന വ്യവസായികളെ ചില്ലറയൊന്നുമല്ല കുഴക്കിയത്. സ്വന്തം ജോലി വെടിപ്പായി നടത്താൻ സുപ്രീം കോടതിയിൽ പലവട്ടം ശേഷന് കയറിയിറങ്ങേണ്ടി വന്നു. അപ്പോഴൊക്കെ വളരെ അനുകൂലമായ നിലയിൽ ശേഷന്റെ പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോവാൻ കഴിയുന്ന വിധത്തിൽ സുപ്രീം കോടതി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു വിടുകയും ചെയ്തു. എന്നാലും ഒടുക്കം ആ മനുഷ്യന് മേൽ ജനസേവന വ്യവസായികൾ വിജയിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ജനസേവന വ്യവസായികൾക്ക് മുന്നിൽ തോറ്റുപോയി. രാജ്യത്തെ മുഴുവൻ ജനസേവന വ്യവസായികളുടെയും എതിർപ്പിനിരപ്പെട്ടവനാണ് TN ശേഷൻ. എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ ഈ രാജ്യത്തെ 95% ജനങ്ങളും
അന്ന് അംഗീകരിച്ചു. 95% ജനങ്ങളുടെയും അംഗീകാരത്തിന് അർഹനായവൻ കക്ഷിഭേദം കൂടാതെ 100% രാഷ്ട്രീയക്കാരുടെയും എതിർപ്പിനിരപ്പെട്ടുകൊണ്ട് ഈ ജനാധിപത്യ നാട്ടിൽ മഹത്തായിട്ടുള്ള പരാജയം കൈവരിച്ചു. ജനാധിപത്യം കൊണ്ട് സത്യത്തിൽ എന്ത് ഗുണം അല്ലേ? സ്വാതന്ത്ര്യ ലബ്ധി കൊണ്ട് എന്ത് പ്രയോജനം അല്ലേ? സത്യം പറഞ്ഞാൽ ലൈംഗിക വിദ്യാഭ്യാസം പോയിട്ട് ചരിത്രം പോലും പഠിപ്പിക്കും മുന്നേ കുട്ടികൾക്ക് സ്കൂളുകളിലൂടെ ആദ്യം നൽകേണ്ടത് ജനാധിപത്യ വിദ്യാഭ്യാസമാണ്. സാമൂഹ്യ ചിന്തയും പൗരബുദ്ധിയും ജനാധിപത്യ ബോധവും ഉണ്ടായതിനു ശേഷം മാത്രം മതി മറ്റെന്തും. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ 18 വയസ്സ് വരെ മതം കുട്ടികളെ പഠിപ്പിക്കാനേ അനുവദിക്കരുത്, പഠിപ്പിക്കാൻ വിടരുത്. 18 വയസ്സ് കഴിഞ്ഞ് മതങ്ങൾ എന്താണ്, ഇങ്ങനൊരു സംവിധാനം ഈ നാട്ടിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാതെ ഇരിക്കാം. ഈ ഡിജിറ്റൽ യുഗത്തിൽ അതൊക്കെ വേണം. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഈ നാട് സ്വാർത്ഥരുടെ സ്വന്തമാവും. വൈദേശികരോടുള്ള അടിമത്വത്തിൽ നിന്ന് തദ്ദേശീയരോടുള്ള അടിമത്വമായി പൗരസ്വാതന്ത്ര്യത്തെ മാറ്റുന്ന ഒന്നല്ല ജനാധിപത്യം എന്ന തിരിച്ചറിവ് തീർച്ചയായും നമ്മുടെ പൊതു സമൂഹത്തിന് ഉണ്ടാവണം. ഒന്നോർക്കണം, 1950 മുതൽ 2024 വരെ ഏതാണ്ട് 23 ഉറപ്പിച്ചു പറയാം 23 ആളുകൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിട്ടുണ്ട്. എന്നാൽ അവരിൽ നമ്മുടെ രാജ്യം അറിഞ്ഞത് ഒരേ ഒരാളെ, അതായിരുന്നു സാക്ഷാൽ TN ശേഷൻ. അത്തരമൊരു ശേഷന്റെ വരവിനായി പോലും ലോകായുക്തയെ ശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും BJP-കാരും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നുപോലെ ലോകായുക്തയെ നിർവീര്യമാക്കാൻ നിലകൊണ്ടു എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട്? അതിന് ലോകായുക്ത എന്തായിരുന്നുവെന്നും അത് ആർക്കായിരുന്നു ഭീഷണിയാകുമായിരുന്നതെന്നും തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഒന്ന് പറയാം, മറയ്ക്കാനും ഒളിക്കാനും എന്തെങ്കിലും ഉള്ളവർക്ക് മാത്രമേ വെളിച്ചത്തെ ഭയക്കേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെളിച്ചത്തെ ഭയക്കുന്നവർ തീർച്ചയായിട്ടും മറയ്ക്കാനും ഒളിക്കാനും ഒക്കെ ഉള്ളവർ തന്നെയാണ്. എന്തായാലും ലോകായുക്തയുടെ ഈ ദുർവിധിയെ ഓർത്ത് ആത്മനിന്ദയോടുകൂടി പോങ്ങൻ തലകുനിക്കുന്നു. കമ്മിയായും സംഘിയായും കൊങ്ങിയായും മുസൽമാനായും ക്രിസ്ത്യാനിയായും ഹിന്ദുവായും ഈഴവനായും നായരായും നമ്പൂതിരിയായും റോമൻ കാത്തലിക്കായും ജ്ഞാനായായും പെന്തക്കോസ്തായും അതുപോലെ തന്നെ സുന്നിയായും ഷിയയായും രോമ സംരക്ഷകരായും ഒക്കെ ഇങ്ങനെ പലതായി പിരിഞ്ഞു നിൽക്കാതെ ജനാധിപത്യ ബോധവും ദേശീയ ബുദ്ധിയും സാമൂഹ്യ ചിന്തയും സഹജീവി സ്നേഹവുമുള്ള പൗരന്മാരായി മാറാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ തോറ്റുപോകുന്നത് നമ്മൾ മനുഷ്യരാവും. നമ്മൾ തന്നെ നമ്മളെ തോൽപ്പിക്കരുത്. നിർത്തുന്നു. എല്ലാവരോടും സ്നേഹം, എല്ലാവർക്കും നന്മകൾ. സാധിച്ചാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം. ആ കിടുകാമണി ഒന്ന് അടിച്ചും വിട്ടേക്കുക. നല്ലതേ വരൂ. ഇനിയും കാണാം. സന്തോഷം.